പാലസ്തീനിൽ രണ്ട് ജലാശയങ്ങളുണ്ട്. ഒന്ന് തെക്കും മറ്റൊന്ന് വടക്കും. വടക്കുള്ളത് ഗലീല കടലെന്നും തെക്കുള്ളത് ചാവ് കടലെന്നുമാണ് അറിയപ്പെടുന്നത്. ധാരാളം മത്സ്യങ്ങൾ നിറഞ്ഞ ശുദ്ധജല തടാകമാണ് ഗലീല കടൽ. നിരവധി ഫലവൃക്ഷങ്ങൾ അതിൻ്റെ തീരത്ത് വളരുന്നുണ്ട്. കുട്ടികൾ പലപ്പോഴും അതിൻ്റെ തീരത്ത് ഓടിക്കളിക്കാറുണ്ട്. ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ജലാശയമാണ് ഗലീല കടൽ. തെക്ക് ഭാഗത്തുള്ള ചാവ് കടലിൽ ഒരു ജലജീവിയും വളരുന്നില്ല. അതിലെ ജലം മനുഷ്യനോ മൃഗങ്ങളോ കുടിക്കുകയുമില്ല. ഒരു സസ്യം പോലും അതിൻ്റെ തീരത്ത് വളരുന്നില്ല. അങ്ങനെ യാതൊരു ചലനവുമില്ലാതെ കെട്ടിക്കിടക്കുന്ന ഒരു ദുഷിച്ച ജലാശയം. ഈ രണ്ട് ജലാശയങ്ങളും വ്യത്യസ്ത സ്വഭാവമുള്ളതായി തീരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗലീല കടൽ അതിന് ലഭിക്കുന്ന ജലത്തെ പുറത്തേക്ക് ഒഴുക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലെപ്പോഴും ശുദ്ധജലം ഉണ്ടാവും. നമ്മൾ കേട്ടിട്ടില്ലേ, ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിരവധി മത്സ്യങ്ങളും ഉണ്ടാവും. പക്ഷെ ചാവുകടലിൽ വന്ന് വീഴുന്ന വെള്ളത്തെ അത് പുറത്തേക്ക് വിടാതെ അവിടെ തന്നെ കെട്ടി നിർത്തുന്നു. ഈ രണ്ട് ജലാശയങ്ങളും രണ്ട് തരത്തിലുള്ള മനുഷ്യരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഗലീല കടൽ പോലുള്ളവർ ഒന്നും പൂഴ്ത്തി വെക്കാതെ മറ്റുള്ളവർക്ക് കൂടി പങ്കിടുന്നവരാണ്. കൊടുക്കും തോറും പിന്നെയും പിന്നെയും അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ചൈതന്യപൂർണ്ണമുള്ളതായിരിക്കും. എന്നാൽ ചാവുകടലിനെ പോലെയുള്ളവർ എല്ലാം പൂഴ്ത്തി വയ്ക്കും, ആർക്കും ഒന്നും കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി ദാഹജലത്തിന് പോലും മറ്റുള്ളവർ ഇവരെ ആശ്രയിക്കാറില്ല. കാരണം പട്ടി അഴിച്ചു വിട്ടിരിക്കുന്ന വീട്ടിലേക്ക് ആരെങ്കിലും കയറി ചെല്ലുമോ? നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ നമ്മളുടെ സമയത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ സഹായത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സൗഹൃദത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരെ കാണാൻ സാധിക്കും. പണം കൊണ്ട് മാത്രമല്ല നമുക്ക് ഒരാളെ സഹായിക്കാൻ സാധിക്കുക. നമ്മുടെ സാമീപ്യം കൊണ്ടാകാം, നമ്മളുടെ നല്ല വാക്കുകൾ കൊണ്ടാകാം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഗലീല കടലിനെ പോലെ ആകാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.